നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ക്യാപിറ്റൽ ഗെയിനെ ലോങ് ടേമും ഷോർട്ട് ടേമുമായിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലോങ് ടേമിന്റെയും ഷോർട്ട് ടേമിന്റെയും ടാക്സ് എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് റേറ്റ് നോക്കാം. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ച് ടാക്സ് റേറ്റിൽ വ്യത്യാസങ്ങളുണ്ട്. ആദ്യം 2024 ജൂലൈ 23 മുമ്പ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിലുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് റേറ്റുകൾ നോക്കാം. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസോ ക്ലോസി ഹെൽഡ് കമ്പനീസിന്റെ ഷെയർസോ ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടി 20% ടാക്സ് റേറ്റ് വരുന്നത്. എന്നാൽ അസസി നോൺ കോർപ്പറേറ്റ് നോൺ റെസിഡന്റോ ഫോറിൻ കമ്പനിയോ ആണെങ്കിൽ കറൻസി ഫ്ലക്ച്വേഷനും ഇൻഡെക്സേഷൻ ബെനിഫിറ്റും എടുക്കാതെ 10% ടാക്സ് റേറ്റ് കൊടുത്താൽ മതി. ഇനി സീറോ കൂപ്പൺ ബോണ്ടോ യൂണിറ്റോ അല്ലാത്ത ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാതെ 10%ഓ അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് 20%ഓ ഏതാണ് അസസിക്ക് ബെനിഫിഷ്യൽ ആ റേറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. 112A പ്രകാരം ടാക്സ് ചെയ്യാത്ത മറ്റ് ഏത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടി 20% ആണ് ടാക്സ് റേറ്റ്. ഇനി 112A കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറോ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടോ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റോ ആണെങ്കിൽ 2024 ജൂലൈ 23 മുമ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ 1,25,000 രൂപ എക്സീഡ് ചെയ്തിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 10% ടാക്സ് റേറ്റ് വരുന്നത്. ഇനി അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 2024 ജൂലൈ 23 അതിനുശേഷമോ ആണെങ്കിലുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് റേറ്റുകൾ നോക്കാം. ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡും ബിൽഡിങ്ങും ചേർന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അസറ്റ് അക്വയർ ചെയ്യുന്നത് 2024 ജൂലൈ 23 മുമ്പാണെങ്കിൽ അസസി ഒരു റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ 12.5% അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടി 20% ഏതാണോ അസസിക്ക് ബെനിഫിഷ്യൽ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. സെക്ഷൻ 112യിൽ വരാത്ത ബാക്കി എല്ലാ കേസിനും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ 12.5% ആയിരിക്കും ടാക്സ് റേറ്റ്. ഇനി 112A കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറോ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടോ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റോ ആണെങ്കിൽ 2024 ജൂലൈ 23 അതിനുശേഷമോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ 1,25,000 രൂപയിൽ എക്സീഡ് ചെയ്തിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 12.5% ആയിരിക്കും ടാക്സ് റേറ്റ് വരുന്നത്. അടുത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് റേറ്റ് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നോർമൽ സ്ലാബ് റേറ്റ് പ്രകാരമാണ് ടാക്സ് റേറ്റ് വരുന്നത്. ഇക്വിറ്റി ഷെയറോ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടോ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റോ ആണെങ്കിൽ 2024 ജൂലൈ 23 മുമ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ 15%, 2024 ജൂലൈ 23 അതിനുശേഷമോ ആണെങ്കിൽ 20% ആയിരിക്കും ടാക്സ് റേറ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഗെയിനിന് പകരം ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ITR ഫയൽ ചെയ്ത് 8 ഇയേഴ്സിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാപിറ്റൽ ഗെയിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം. ഷെയറിന്റെ ടാക്സ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി വിശദമായ ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.